കൃഷ്ണ പ്രഭുജി കഴിഞ്ഞ ആഴ്ച വിഷുവിനെ കുറിച്ച് പറഞ്ഞു. എന്തോ കഴിഞ്ഞ ആഴ്ച വിഷുവിനെ കുറിച്ചായിരുന്നു. കഴിഞ്ഞ ആഴ്ച വിഷുവിനെ കുറിച്ചായിരുന്നല്ലേ? ഹരേ കൃഷ്ണ. വിഷുവിന് എന്തായിരുന്നു സംസാരിച്ചത് നമ്മള്? വിഷ്ണു പൂജ, സമർപ്പണം. യത് കരോഷ്യതസ്നാസി യജ്ജുഗോഷ്യതാസ്യത് യത്തവസ്യസ്യ കൗന്ദയ പുരുഷമതർപ്പണം. നമ്മൾ നേരെ ശ്രീമദ് മഹാഭാഗവതം തൃതീയ സ്കന്ധം ആറാമത്തെ ശ്ലോകത്തിലോട്ട് നിന്നാട്ട്. ഏതു തൃതീയ ചരണാംബുജം കോശഗന്ധം ജിഘ്രന്തി കർണവിരൈ ശ്രുതിവാദനീതം ഭക്ത്യാ ഗൃഹീത ചരണ ചരയാച തേഷാം നാഭൈഷ്നാഥ ഹൃദയാംബുരുത്സാഹസപുംസാം. പ്രഭു ചാപ്റ്റർ 9-ാമത്തെ അധ്യായം ശ്ലോകം നമ്പർ 5. 6 ഉദ്ദേശിച്ചത്, പക്ഷെ 5 വന്നു. എടുത്തപ്പോ 5. എന്നിട്ട് 6 വരാം. എടുത്തോ. ശ്ലോകം 5 5 വായിക്ക്. 5 വായിച്ചിട്ട് നമുക്ക് 6 പോകാം. 5 ചരണാംബുജകോശഗന്ധം ജിഹ്രന്തി കർണവിവരൈ ശ്രുതിവാദനീതം ഭക്ത്യാ ഗൃഹീത ചരണാപരയാ ച തേഷാം നാപൈഷി നാഥ ഹൃദയാംബുരുഹാൽ സ്വപുംസാം. ഹരേ കൃഷ്ണ. ഓ എന്റെ ഭഗവാനെ, ശ്രീല പ്രഭാതർക്ക് ഉത്തരം. ഓ എന്റെ ഭഗവാനെ, വേദശബ്ദങ്ങളുടെ വായു കർണദ്വാരങ്ങളിലൂടെ വഹിച്ചു കൊണ്ടുവരുന്ന അങ്ങയുടെ പാതാരവിന്ദങ്ങളുടെ സുഗന്ധം ശ്വസിക്കുന്നവർ അങ്ങയുടെ ഭക്തിയുത സേവനം സ്വീകരിക്കുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിലെ താമരയിൽ നിന്ന് അങ്ങ് ഒരിക്കലും വേർപിരിയപ്പെടുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ എന്റെ ഭഗവാനെ, വേദശബ്ദങ്ങളുടെ വായു കർണദ്വാരങ്ങളിലൂടെ വഹിച്ചു കൊണ്ടുവരുന്ന അങ്ങയുടെ പാതാരവിന്ദങ്ങളുടെ സുഗന്ധം ശ്വസിക്കുന്നവർ അങ്ങയുടെ ഭക്തിയുത സേവനം സ്വീകരിക്കുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിലെ താമരയിൽ നിന്ന് അങ്ങൊരിക്കലും വേർപിരിയപ്പെടുന്നില്ല. അടുത്ത ശ്ലോകം കൂടെ വായിച്ചിട്ട്. ക്ലിയർ ആയതില്ല. എനിക്കാണ് ക്ലിയർ അല്ലാത്തത്, അതോ ക്ലിയർ അല്ല? വേറെ ആരെങ്കിലും ഒരാൾ വായിക്കൂ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ഒരാളെന്ന് വായിക്കണേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. താവദ്ഭയം ദ്രവീണ ദേഹസുഗന്ധനിമിത്തം ശോകാസ്പൃഹാ പരിഭവോ വിപുലശ്ചലോഭ താവന്മമേത്യസത് അവഗ്രഹ അർത്തിമൂലം യാവന്നതേ നിഗ്രിം അഭയം പരിവർണിതലോക പ്രവർണിതലോക. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ പ്രഭു ഇംഗ്ലീഷ് വായിക്കട്ടെ. Translation Jai Srila Prabhupada ki Jai. Oh my Lord, the people of the world are embarrassed by all material anxieties. They are always afraid. They always try to protect wealth, body, and friends. They are filled with lamentation and unlawful desires and paraphernalia, and they avariciously
base their undertakings on the perishable conception of my and mine, as long as they do not take shelter of your safe lotus feet, they are full of such anxieties. Hare Krishna. ഹരേ കൃഷ്ണ. ആരുടെ പ്രാർത്ഥനയാണ്? ആരുടെ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ വായിച്ചത് ആരുടെ പ്രാർത്ഥനയാണ്? ബ്രഹ്മാവിന്റെ പ്രഭു. ബ്രഹ്മാവിന്റെ പ്രാർത്ഥന. ഹരേ കൃഷ്ണ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണമെന്ന് ആര് പറഞ്ഞു? ആ ആളുടെ പ്രാർത്ഥനയാണ്, ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയാണ്. നാം ബ്രഹ്മാവിന്റെ പ്രാർത്ഥന പറഞ്ഞത് ബ്രഹ്മാവിന്റെ. അതെ, ഭഗവാന്റെ തൃപ്പാദ പങ്കജങ്ങളിൽ ഏതൊരുവൻ എത്താതിരിക്കുന്നുവോ അവർക്ക് ആ എത്തുന്നിടത്തോളം കാലം, അതായത് അവന്റെ ജന്മം മുതൽ തൃപ്പാദ പങ്കജങ്ങളിൽ എത്തുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അവൻ എപ്പോഴും ഉത്കണ്ഠയായിരിക്കും, അവന് ഭയമായിരിക്കും. എല്ലാം ഉണ്ടായിട്ടും അവന് എന്തിനോ ഉള്ളിൽ, എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയും ഒരു അസംതൃപ്തിയും ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഇല്ലായ്മ, അതിലുപരി ഒരു ഭയം, ഉത്കണ്ഠ ഉണ്ടായിരിക്കും. ശരിയാണോ പറഞ്ഞത്? ആണോ? അതെ അതെ. പ്രഭു. അതെ അതെ ഞാന് ഈ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നടന്ന കാര്യം പറഞ്ഞിരുന്നോ അറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് പറയുക, ആവർത്തന വിരസത ഒഴിവാക്കാം. ആവർത്തിച്ചാലും കുഴപ്പമില്ല പ്രഭു. ഹരേ കൃഷ്ണ. നാട്ടില് വന്നപ്പോൾ ഞാനൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോകാൻ ഇടയായി. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. അവിടുത്തെ അവരുടെ അച്ചമ്മ പുറത്തോട്ട് നടന്നു വരത്തില്ല. അതായത് എന്നാ മറ്റസുഖങ്ങൾ ഇല്ല, ഭയം, എന്തിനോ ഉള്ളൊരു ഭയം, നടക്കത്തില്ല. അപ്പൊ ഞാൻ വരുന്നു. ഈ അച്ഛമ്മ അടുത്ത മറ്റൊരു വീട്ടിലാണ്, മറ്റൊരു മകന്റെ വീട്ടിലാണ്. അവിടുന്ന് അവരെ പിടിച്ച് വണ്ടിക്കകത്തിരുത്തി അവിടുന്ന് വല്ല വിധേനയും വണ്ടിക്കകത്ത് ഇറക്കി നടത്തി വീട്ടിനകത്ത് കൊണ്ടുവച്ചിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങള് സാധാരണ പോലെ ഒരു സത്സംഗം ചമ്രം പടഞ്ഞിരുന്നൊന്നുമില്ല. അങ്ങനെ ഒരു യൂഷ്വൽ, ഒരു കാഷ്വൽ ടാക്ക് പോലെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇതുപോലെ 2-3 ശ്ലോകമൊക്കെ സംസാരിച്ചു, ഭഗവാന്റെ കഥകളൊക്കെ സംസാരിച്ചു. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിന്റെ ആ ഒരു പ്രസക്തിയും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് ഏകദേശം ഒരു 10-20 മിനിറ്റ് മാത്രം ഈ അമ്മ തിരിച്ചു പോയത് ആരുടെയും സഹായം കൂടാതെയാണ്. അവര് ഒറ്റയ്ക്ക് നടന്നു. മനസ്സിൽ നിന്ന് ആ ഭയം മാറി ആ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചു. നേഹാഭിക്രമനാശോസ്തി. ശ്ലോകം വരട്ടെ. സ്വൽപമഭ്യത്യ ധർമ്മസ്യ ത്രായതേ മഗതോ ഭയ. ഇതിലേക്കുള്ള ചെറിയൊരു കാൽവയ്പ് പോലും ജീവിതത്തിലെ പറഞ്ഞാട്ട് മഹാഭയത്തിൽ നിന്ന് രക്ഷ നേടും. അവർക്ക് അത്ഭുതമായി പോയി. ഇതാണ് ഭഗവാന്റെ വചനങ്ങൾ കൊണ്ടുള്ള
ഗുണം എന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവതം ഉം, ഉം. നാമപുരാണം ലോകവിശ്രുതം ശൃണയ ശ്രദ്ധയോ. ആ, ഏറെ ശ്ലോകം ഞാൻ പറഞ്ഞു ധ്യാന ശ്ലോകത്തിലാ. പറഞ്ഞാട്ട്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവകി സ്വീകൃതോസ്യ മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീമദ് ഭാഗവതാഖ്യം പ്രത്യക്ഷ കൃഷ്ണയേവകി, നമ്മുടെ മുന്നിലുള്ള പ്രത്യക്ഷമായി മുന്നിലിരിക്കുന്ന ആളാണ്. ആരാ ഇത്? കൃഷ്ണാവതാരം. ആ കൃഷ്ണൻ തന്നെ. പ്രത്യക്ഷ കൃഷ്ണയേവകി, അതിനെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച സ്വീകൃതോസി മയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഈ ഭവസാഗരത്തിൽ നിന്ന്, ദുഃഖാലയം അശാശ്വതം, ഈ സാഗരത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അവിടെയാണ് വീണ്ടും പറയുന്നത്, ധ്യാന ശ്ലോകം തുടങ്ങുന്നത്. എന്താ തുടങ്ങുന്നത്? അപ്പം ഒരു ഹരേകൃഷ്ണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ഭാഗവതം വായിക്കുന്നത് ശുഭകരമായിട്ടാണ്, മംഗളകരമായിട്ടാണ്. അതാണ് ധ്യാനശ്ലോകം, മംഗളശ്ലോകം എന്ന് പറയുന്നു. ധ്യാനശ്ലോകത്തെ മറ്റൊരു പേരെന്താ? എന്താ പേര്? സർവമംഗളകാരി. മംഗളശ്ലോകം. സർവമംഗളകാരി. മംഗളശ്ലോകം. അതുകൊണ്ട് ഈ സത്സംഗങ്ങൾ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ചിലർ 10, 15, 20 മിനിറ്റ് കഴിഞ്ഞേ വരത്തുള്ളൂ. ഇല്ല, അങ്ങനെ വരരുത്. ആ സമയത്ത് തന്നെ എത്തണം. കാര്യം എന്താ? മംഗളശ്ലോകം. നമ്മൾ ചെയ്യുന്ന ആരതിക്ക് എന്താ പേര് പറയുന്നത്? ക്ലാസ് തുടങ്ങുമ്പോഴത്തേനും എത്താം ചിലർ വിചാരിക്കും. മനഃപൂർവ്വം അല്ല. മംഗളാരതി. ജോലികളൊക്കെ ഉണ്ടല്ലോ, അത് തീർത്തിട്ട് ക്ലാസ് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് എത്താം. നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. നാച്ചുറൽ. നമ്മൾ ആ ക്ലാസ്സിന് എത്തുന്ന സമയത്തെ മംഗള ആരതിക്ക് തന്നെ എത്തണം എന്ന് നമുക്ക് ചിന്തിക്കണം. കാര്യം ആ പേരുകൊണ്ട് തന്നെ അത് മംഗളം തരുന്നതാണ്. അപ്പോൾ എങ്ങനെയാ മംഗളശ്ലോകം തുടങ്ങുന്നത്? സംസാര സാഗരേ മഗ്നം. എത്ര രസമാണ്! ആദ്യമേ ഭഗവാൻ അങ്ങ് അർപ്പിക്കുക. എന്തുവാ? സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹീതാംഗം മാം ഉദ്ധാർ ഭവാർണവ. കൃഷ്ണ ഭഗവാനെ, എന്നെ ഈ കഷ്ടപ്പാടിൽ നിന്ന് ഉദ്ധരിക്കണേ. ബാക്കി ഞാൻ പിന്നെ പറയാം. ഹരേകൃഷ്ണ മഹാമന്ത്രം പിന്നെ ജപിക്കാം. ആദ്യമേ അങ്ങ് പറയുക. ഹരേകൃഷ്ണക്കാർ എത്ര ഇന്റലക്ച്വൽ രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്നിട്ടൊരു പേര് വിടും, ധ്യാനശ്ലോകം അങ്ങ് ചൊല്ലിയാട്ടെന്ന് പറയും. അല്ലേ? ആണോ? അല്ലേ? സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹീതാംഗം മാം ഉദ്ധ. ഇത് തന്നെ അല്ലേ ഹരിനാമ കീർത്തനത്തിലുള്ളത്? ആണോ? അല്ലേ? എന്ത് ഹരിനാമ കീർത്തനം പറയുന്നത്? നാരായണായ നമ, നാരായണായ നമ. നാരായണായ നമ, നാരായണ സകല സന്താപന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ. ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ. നാരായണായ നമ,
എന്നുള്ള മന്ത്രപദം. ഇലം ജപം സുഖന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവയിലുണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ കൃപാബലി ഉണ്ടായി വരേണമഹ്യ നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോവികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിക തോന്നുന്നതകിലം അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ആ വരി ഒന്നുകൂടെ വായിച്ചാട്ട്. ആനന്ദ ആനന്ദ ചിന്മയ ഹരേ ഗോവികാരമണ ഞാനെന്നു ഭാവമത് തോന്നായിക വേണമിക തോന്നുന്നതകില അഖിലം ഞാനിതൊന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഇവിടെ എന്താ പറഞ്ഞത്? ഞാനെന്ന ഭാവം ഭഗവാനെ കൃഷ്ണ എനിക്കുണ്ടാകരുതേ. അതെ, ഈ ഞാനെന്ന ഭാവം ഉണ്ടാകുന്നിടത്തോളം കാലം എന്ത് സംഭവിക്കും? ഉണ്ടാകുന്നിടത്തോളം കാലം എന്റെ പണം, എന്റെ സമ്പത്ത്, എന്റെ ധനം ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഓർമ്മിക്കാനേ സാധിക്കില്ല. ഭഗവാൻ ചിന്തിക്കും, അത് തന്നെ നീ ചിന്തിച്ചോളാൻ പറയും. ഭഗവാൻ ഡിസൈഡ് ചെയ്തു, നീ അത് തന്നെ ചിന്തിച്ചു, അത് തന്നെ ചിന്തിച്ചു. മദ്യപാനികളുടെ കൂട്ട്, മദ്യപാനികൾ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? മദ്യമേ സാക്ഷി, നീയാണ് ദൈവം, അല്ലേ? നീ തന്നെ എൻ്റെ കൂടപ്പിറപ്പ്, അല്ലേ? നീ എന്നെ എൻ്റെ സുഹൃത്ത്, അല്ലേ? ആണോ അല്ലേ? എന്ന് പറയുന്നത് പോലെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ആ സമ്പത്തിനെ ഓർമ്മിച്ചിട്ട്, എന്നാൽ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണോ? അല്ല. അങ്ങനെ നമ്മൾ പതിച്ചു പോകും എന്നർത്ഥം. ഇവിടെ വീണ്ടും പറയുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് അനാവശ്യമായ ഭയം ജീവിതത്തിൽ വന്നു ചേരും എന്നർത്ഥം. അനാവശ്യമായ ഭയം വന്നു ചേരുമ്പോൾ നമ്മൾ ഈ ലോകത്തുനിന്ന് എങ്ങനെ പോകുന്നു എന്ന് അറിയുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ, ഈ ഭയപ്പാട് സൃഷ്ടിക്കുന്ന ഭൂമിയിൽ നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനെ, ജഡരേ ശയനം, ഇക സംസാരേ ബഹുദുഷ്ടാരേ കൃപയാ പാരേ പാഹി മുരാരേ. ശങ്കരാചാര്യർ പറഞ്ഞിട്ട് പോയത്. അപ്പം അതിൻ്റെ ട്രാൻസ്ലേഷൻ ഭാവാർത്ഥം നമുക്ക് വായിക്കുന്നതിനും ഭാവാർത്ഥം വായിച്ചാട്ടെ. എല്ലായ്പ്പോഴും കുടുംബ വിചാരങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരുവന് ഭാവാർത്ഥം ആർക്ക് വായിക്കാൻ പറ്റും? ഹരേ കൃഷ്ണ. ഇംഗ്ലീഷ് വായിക്കട്ടെ പ്രഭു? ഇംഗ്ലീഷ് വായിച്ചോളൂ, മലയാളം ആരുടെയും കയ്യിലില്ല അല്ലേ? പ്രഭു എനിക്ക് വെയിറ്റ് പ്രഭു. ഓക്കെ, മലയാളത്തിലോട്ട് വരുന്നതിന് മുമ്പിട്ട് അപ്പൊ മലയാളം എടുത്തു വെക്കൂ. അതിന് മുമ്പിട്ട് നമ്മൾ നേരെ ഭഗവത്ഗീത 16-ാമത്തെ ശ്ലോകത്തിലോട്ട് പോകും. എടുത്താട്ടെ. 16-ലെ 16. പ്രഭു ക്ഷമിക്കണം, ഇന്ന് സമയം തീരാൻ പോകുന്നതുകൊണ്ടാണ് ഇംഗ്ലീഷ് നമുക്ക് വായിക്കാം. മലയാളം വായിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വായിക്കാം. 16-ലെ 16 എടുത്താട്ടെ. ഹരേ കൃഷ്ണ. അറിയാൻ ഭഗവത്ഗീത എടുക്കുന്നില്ലേ? അനേക വിഭ്രാന്ത. ഹരേ കൃഷ്ണ. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതഃ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ചൗ. ഹരേ കൃഷ്ണ പ്രഭു. ട്രാൻസ്ലേഷൻ. ഇങ്ങനെ പല വിധം ആകാംക്ഷകളിൽ പെട്ട് വലഞ്ഞും വ്യാമോഹത്തിന്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായി അവർ നരകത്തിൽ വീഴുന്നു. ഹരേ കൃഷ്ണ. അവർ നരകത്തിൽ വീഴുന്നു.
രണ്ട് വിഭാഗമാണ് നമുക്കുള്ളത് മനുഷ്യരിൽ. എന്താണ്? ദൈവിക വിഭാഗവും ഈശ്വര നിഷേധികളുടെ ഒരു വിഭാഗം, അഥവാ ആസുരീക വിഭാഗം, അഥവാ മൂഢന്മാരുടെ വിഭാഗം. അവജാനന്തി മാം മൂഢ മാനുഷം തനുമാശ്രിതം പരംഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. ആ ഭഗവാനെ അംഗീകരിക്കാതെ അങ്ങനൊന്നുമില്ല, ഇതെന്റെ സ്വത്താണ്, എൻ്റെ കഴിവാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം, മൂഢവിഭാഗം. ഋഹുവാദരുടെ ഭാഷയിൽ പറഞ്ഞാൽ റാസ്കൽസ്. ദേ ആർ ദ റാസ്കൽസ്. രണ്ട് വിഭാഗമേ ഉള്ളൂ സാത്വികമായി. അർജുനന്റെ വിഭാഗം ഒന്നും, പിന്നെ ദുര്യോധനന്റെ വിഭാഗവും. രണ്ടുപേരേ ഉള്ളൂ, രണ്ട് കൂട്ടരേ ഉള്ളൂ. ഒരിഞ്ച് ഭൂമി ഞാൻ തരില്ലെന്ന് പറഞ്ഞു. കൃഷ്ണനാ ചെന്ന് ചോദിച്ചത് ദുര്യോധനടുത്ത്, ഇത്തിരി ഒന്ന് കൊടുത്താട്ടെ, വേറൊന്നും വേണ്ട, വേറൊന്നും ചിന്തിക്കണ്ട, സഹോദരങ്ങളല്ലേ, ഒരിത്തിരി ഒന്ന് കീറി കിടക്കാൻ മാത്രം ഒന്ന് തല ചായ്ക്കാൻ ഇടം കൊടുത്താട്ടെന്ന് പറഞ്ഞു. ഒന്നും കൊടുക്കില്ല, ഞാൻ ഒന്നും കൊടുക്കില്ല, ഞാൻ എന്ന ഭാവം, ഞാൻ ഒന്നും കൊടുക്കില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. പിന്നെ മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ദുര്യോധനൻ അവിടെ ഓർമ്മിച്ചില്ല. മാളികമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുന്നതും ഭവാൻ. അവസാനം എന്ത് സംഭവിച്ചു? മാറാപ്പ് കൊടുത്തു. ഈ സഞ്ചിത നിധിയാണ് പ്രാരാബ്ധ കർമ്മങ്ങൾ. തോളിൽ അങ്ങോട്ടങ്ങോട്ട് വെച്ചു കൊടുത്തു. അവിടുന്ന് അവസാനം വിതുരരാണോ ചോദിക്കുന്നത്? ധൃതരാഷ്ട്രടുത്ത്. വിതുരരല്ലേ ചോദിച്ചത് ധൃതരാഷ്ട്രടുത്ത്. നാണമുണ്ട് ഇവിടെ കിടക്കാൻ. യുധിഷ്ഠിരൻ രാജാവായി അല്ലേ? ശരിയല്ലേ? വിതുരരല്ലേ ചോദിച്ചത്? അതെ പ്രഭുജി, വിതുര തന്നെ ചോദിച്ചു. വിതുര പോയിട്ട് ഹിമാലയത്തിൽ നിന്ന് പോയിട്ട് വന്നിട്ട് അപ്പോഴും അവിടെ കിടക്കുക. അപ്പൊ ചോദിച്ചു, നാണമില്ലേ എന്ന് ചോദിച്ചു. നാണമുണ്ടോ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട്? വീണ്ടും അധികാരത്തിന്റെ ആ സുഖം രുചിച്ചറിയാൻ ആ പിച്ചപാത്രമല്ലേ ഇതിനെ. ആ രാത്രി അവിടുന്ന് ഇറങ്ങുകയാണ്. പിറ്റേന്ന് നോക്കുമ്പം, യുധിഷ്ഠിര മഹാരാജാവ് നോക്കുമ്പം രണ്ടുപേരെ കാണാനില്ല. ആരെയാ? ധൃതരാഷ്ട്രയും ഗാന്ധാരിയും. അതെ. വിതുരര് പറയും, എന്ത് പറയും? അവരെ നോക്കണ്ടെന്ന് പറയും അല്ലേ? ഞാനും എന്റേതും എന്നുള്ള അഹങ്കാരത്തിലുള്ള ചിന്തകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ വീഴ്ചകളാണ് തന്നെ. അപ്രതീക്ഷിതമായ വീഴ്ചകൾ. ആസുരിക ചിന്താഗതിയോടുകൂടി പോകും. അതേസമയം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്ന് തോന്നുന്നു, ഇതെല്ലാം പാപകർമ്മങ്ങളാണ്. പാപകർമ്മങ്ങളുടെ പ്രതിഫലനമാണ്. ആ പാപകർമ്മങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ ഒരു പ്രയാണം, അതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴുള്ള പ്രയാണം എന്തായിരുന്നു ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. എന്തായിരുന്നു? ശരണാഗതി. എന്തോ? ശരണാഗതി. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ
അഹോ സർവ മഹത് പാപം. അർജുനൻ ചോദിച്ചു. അർജുനൻ പറഞ്ഞു, സാത്വികമായിട്ട് ചിന്തിച്ചു, കൃഷ്ണ എന്തൊക്കെയാണെങ്കിലും ഇത് മഹാപാപമല്ലേ, എൻ്റെ ഗുരുജനങ്ങളല്ലേ. ഇപ്പം അവിടെ ഞാൻ എൻ്റെ എന്നുള്ള ഭാവമല്ല വന്നത്, ഹൃദയ മൃദുലതയാണ് വന്നത്. സാത്വികമായിട്ടുള്ള ഭാവം. ഒന്നും എൻ്റേതല്ല, എല്ലാം ഭഗവാന്റേതാണ്. പിന്നെ ഞാൻ എന്തിനാ യുദ്ധം ചെയ്യുന്നത്? അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ധർമ്മങ്ങളെപ്പറ്റി നീ ചിന്തിക്കുന്നു, ശരിയാണ്, ധർമ്മം ഇതെല്ലാം ധർമ്മത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തെറ്റുമാണ്. പക്ഷേ നീ ഇപ്പോൾ ഞാൻ പറയുന്നതാണ് കേൾക്കുന്നത്, അവിടെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ധർമ്മത്തെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഭഗവാനോട് ചേർന്ന് നിന്നെങ്കിലേ പറ്റത്തു. അർജുന, നീ ഞാൻ പറയുന്നത് കേൾക്കുക. ഈ ലോകം എന്ന് പറയുന്നത് ഭോഗൈശ്വര്യ പ്രസക്താനാം, ഭഗവത്ഗീത 2:44 എടുത്തേ. ഭോഗൈശ്വര്യ പ്രസക്താനാം 2:44 എടുത്താട്ട്. ഭഗവത്ഗീത 2:44. ഭോഗൈശ്വര്യ പ്രസക്താനാം. ഹരേ കൃഷ്ണ വായിക്കട്ടെ. ആയിച്ചോട്ടെ. ഭോഗൈശ്വര്യ പ്രസക്താനാം ഉം, തയാപഹൃത ചേതസാം ഉം, വ്യവസ്ഥായാത്മികാ ബുദ്ധിം സമാധോ ന വിധീയതേ. ഉം. ട്രാൻസ്ലേഷൻ. ഭൗതിക ഐശ്വര്യത്തിനും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും ഇവകളാൽ പരിഭ്രാന്തരായവർക്കും ഭക്തിപൂർവം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. ഭഗവത് സേവ നടത്താൻ, ഭഗവാനെ ചിന്തിക്കാനുള്ള നിശ്ചയദാർഢ്യം ഉണ്ടാകില്ല. ദുര്യോധന സംഭവിച്ചതാ. അംഗീകരിക്കത്തില്ല. കാര്യം അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കില്ലേ, പിന്നെന്തിനാ ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ട ആവശ്യം, വേറൊരാളെ അംഗീകരിക്കേണ്ട ആവശ്യം? നിങ്ങളെ ഒന്നും വിളിക്കാതെ, ഭഗവാനെ വിളിക്കാതെ, നിങ്ങൾ ഈ പറയുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാതെ തന്നെ ഞാനിവിടെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. കൃഷ്ണൻ കൂടെ ഉണ്ടായിട്ട് അർജുൻ എന്തോ ഉണ്ട്? ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. കൃഷ്ണൻ എൻ്റെ അടുത്തില്ല, പക്ഷെ ഞാൻ സുഖിക്കുന്നുണ്ട്. ഞാൻ നാമം ജപിക്കുന്നില്ല, പക്ഷെ ഞാൻ സുഖിക്കുന്നുണ്ട്. പിന്നെന്തിനാ നിങ്ങൾ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ നാമം ചെല്ലാൻ പോകുന്നത്? അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ വരേണ്ട ആവശ്യം എന്താ? ഞാൻ വരേണ്ട ആവശ്യം എന്താ? അല്ലാതെ തന്നെ ഞാൻ സുഖിക്കുന്നുണ്ട്, അല്ലേ? ആണോ? അല്ലേ? ഇങ്ങനെയല്ലേ ചിന്തകള്? ആണോ? ആണോ? അല്ല, ശബലസുഖം. നമ്മളൊരാളെ വിളിച്ചു കഴിഞ്ഞാലോ? ഇതൊക്കെ തന്നെയല്ലേ ചിന്തകൾ, നേരിട്ട് പറഞ്ഞില്ലെങ്കിലും. ആണോ? സാധാരണ ഒരു മനുഷ്യന്റെ സുഖം അനുഭവിക്കുന്ന ഒരാളുടെ ചിന്ത, നാമം ജപിക്കാതെ തന്നെ ഇഹലോകത്തിൽ അവൻ സുഖം അനുഭവിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നില്ല അത് പൂർവ്വജന്മ സുഹൃതമാണ്, അത് നഷ്ടപ്പെടാൻ അധിക കാലയളവ് വേണ്ട എന്നുള്ളത്. ഇനി നീ ചാർജ് ചെയ്യണം. ആ സുഖത്തെ നീ ചാർജ് ചെയ്തില്ലെങ്കിൽ ബാറ്ററി ഓഫായി പോകും. അപ്പം നമ്മൾ അനുഭവിക്കുന്ന പൂർവ്വജന്മ സുഹൃതം, ആ ഒരു സുഖം അടുത്ത തലമുറയ്ക്ക് കൂടി കൊടുക്കേണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത തലമുറ കഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അവര് പൂർവികരെ ശപിക്കും, ജന്മം തന്നവരെ ശപിക്കും. ഇതുപോലൊരു ജന്മം തന്നല്ലോ നമുക്ക്. അവരൊക്കെ ചെയ്ത പാപങ്ങളുടെ ദോഷമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുമോ പറയത്തില്ലയോ? പറയത്തില്ലേ? പറയും. പറയും. ഉറപ്പായിട്ടും പറയും. പറഞ്ഞു പോകും. അപ്പോൾ ഈ ആരെയാണോ ശപിച്ചത്,
പിതൃക്കളെ, അതായത് അച്ഛനമ്മമാരെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ളവരെയൊക്കെ വരുമ്പം അവരുടെ ആത്മാവിനെ താഴോട്ട് വീണ്ടും പിടിച്ചു വലിക്കും. അവന് മോക്ഷം കിട്ടുന്നില്ല. മോക്ഷം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, വേദന അനുഭവിക്കുകയാണ്. മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, താഴോട്ട് വലിക്കുകയാണ്. ഈ സുഖം ഭഗവാനെ വിളിക്കാതെ സുഖം അനുഭവിക്കുന്നു എന്ന് തോന്നുന്നവർക്ക് ഇത് മനസ്സിലാകാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവിക്കുന്നത്. ദുര്യോധനനെ പോലെ. ദുര്യോധനൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ സിംഹാസനം നഷ്ടപ്പെടുമെന്നുള്ളത്. യുദ്ധം ചെയ്ത് ജയിക്കാം, എനിക്കാണ് അംഗബലം കൂടുതൽ, എനിക്കെന്തും ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത. പക്ഷെ ഇവിടെ ഭഗവാനെ അർജുനൻ ചേർത്ത് പിടിച്ചതുകൊണ്ട് അവിടുന്ന് നേരെ, നീ പറഞ്ഞതെല്ലാം ധർമ്മത്തിന്റെ ഭാഗമാണ് അർജുന, അല്ലെങ്കിൽ ധർമ്മം തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നതാണ് അതിനെല്ലാം ഉപരിയായ ധർമ്മം. അതുകൊണ്ട് സർവധർമാൻ പരിത്യജ്യ, അതുകൊണ്ട് അർജുന, നീ ആ ധർമ്മങ്ങളെയെല്ലാം തൽക്കാലം ഒന്ന് മറന്നിട്ട് സർവധർമാൻ പരിത്യജ്യ മാം ഏകശരണം വ്രജഃ. അങ്ങനെയാണെങ്കിൽ അർജുന, ഒരുവൻ തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഉള്ള പാപങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇരിക്കുന്നവരെല്ലാം, ഞാൻ ഉൾപ്പെടെ, അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളുടെ കർമ്മഫലം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്, അതിലുപരിയാണ്. പക്ഷേ കൃഷ്ണൻ പറയുന്നു അർജുൻ്റെ അടുത്ത്, അർജുന, നീ ആ ധർമ്മങ്ങളെല്ലാം വെടിഞ്ഞിട്ട് ഒരൊറ്റ ധർമ്മം, സർവധർമാൻ പരിത്യജ്യ മാം ഏക, എന്നെ നീ ശരണം പ്രാപിക്കൂ അർജുന. മാം ഏക ശരണം വ്രജ, എന്നാൽ ഞാനൊരു ഉറപ്പ് നിനക്ക് തരാം. അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അഹം ത്വം, ഞാൻ നിന്റെ പാപങ്ങൾ എടുത്തു കളയും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അർജുന, നീയും പാപകർമ്മങ്ങൾ നിന്റെ കയ്യിലും ഉണ്ട് എന്നുള്ളതാണ്. നിനക്കും പാപകർമ്മങ്ങൾ ഉണ്ട്. പക്ഷേ ആ പാപകർമ്മങ്ങളുടെ പാപപ്രതികരണങ്ങളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഭഗവാന്റെ തൃപ്പാദ പങ്കജങ്ങളിൽ എത്താത്തിടത്തോളം കാലം അവന് ജീവിതത്തിൽ അനാവശ്യമായ ഉത്കണ്ഠ, ഭയം വന്നുകൊണ്ടേയിരിക്കും. എന്തിനോടോ എന്തുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തൃപ്തിയില്ലായ്മ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ആ മഹാപാപത്തിൽ നിന്നും പാപകർമ്മങ്ങളിൽ നിന്നും മഹാപാദത്തിലേക്കുള്ള തേടലാണ്, സഞ്ചാരമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച, മഹാപാദം. അപ്പോൾ ഭഗവാന്റെ മറ്റൊരു പേര് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓർമ്മയില്ലേ? മഹാപാദ. ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, അല്ലേ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. എന്താണ് ഈ കുരുക്ഷേത്രത്തെ ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞത്? എന്താ പറഞ്ഞേ? എന്തുകൊണ്ടാ പറഞ്ഞേ? അതൊരു യജ്ഞഭൂമിയായിരുന്നു, യജ്ഞശാലയായിരുന്നു. അപ്പൊ അവിടെ യജ്ഞേശ്വരൻ ആരാ? ഭഗവാൻ. അങ്ങനെ ഭഗവാൻ സ്പർശിച്ച ആ ഭൂമിയാണത്. ഭഗവാന്റെ 19 ഐശ്വര്യത്തിന്റെ ചിഹ്നങ്ങളുള്ള മുദ്ര വീണ ഭൂമിയാണ്. അതുകൊണ്ട് ഭഗവാനെ മറ്റൊരു പേര് കൂടി വിളിക്കുന്നു. എന്താ? തീർത്ഥപാദം. എന്താ? തീർത്ഥപാദം. തീർത്ഥം കുടിക്കാൻ നമുക്ക് തരത്തില്ലേ? തീർത്ഥം നമ്മൾ തരും, കുടിക്കും.
തലയിലൊഴിക്കും, ഇല്ലേ? ആണോ? ആ തീർത്ഥം ഗംഗാജലം, ആ ഗംഗാജലം എവിടുന്ന് ഉത്ഭവിച്ചു? എവിടുന്ന്? മോക്ഷദായകന ഭഗവാന്റെ പാദത്തിൽ നിന്ന്. ആ, പാദത്തിൽ നിന്ന്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നിന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കണം, ഇതെല്ലാം കണക്റ്റഡ് അല്ലേ? ആ തൃപ്പാദ പങ്കജങ്ങളിൽ നമ്മൾ വീഴാത്തിടത്തോളം കാലം ഈ തീർത്ഥം അനുഭവിക്കാൻ പറ്റാതെ വരും. ആ തീർത്ഥം അനുഭവിക്കാൻ പറ്റാത്തിടത്തോളം കാലം നമുക്ക് ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭഗവാന്റെ മറ്റൊരു പേരാണ് തീർത്ഥപാത. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, ഇപ്പോഴും ഉണ്ടോ എന്തോ, തീർത്ഥപാദ ഓഡിറ്റോറിയം. ഉണ്ടല്ലോ. ആ, ഹരേ കൃഷ്ണ, തീർത്ഥപാദ ഓഡിറ്റോറിയം. പണ്ടുള്ളവർ വെറുതെ ഒന്നല്ല ഇടുന്നത്, തീർത്ഥപാദം. ഹരേ കൃഷ്ണ. അപ്പൊ തൃതീയ സ്കന്ധത്തിന്റെ ഈ ഭാവാർത്ഥം എടുത്തു വച്ചോ, വായിച്ച് നമുക്ക് നിർത്താം. എല്ലായ്പ്പോഴും കുടുംബ വിചാരങ്ങളാൽ ഭരിക്കുന്ന ഒരുവന് എങ്ങനെ ഭഗവാനെ പറ്റി ഇതിന്റെ നാമം, രൂപം, കീർത്തി, യോഗ്യതകളെ പറ്റിയും ചിന്തിക്കുവാൻ സാധിക്കുമെന്ന് ഒരുവൻ ചോദിച്ചേക്കാം. എടുത്തോ. ഭൗതിക ലോകത്തിലെ ഓരോരുത്തരും എങ്ങനെ തന്റെ കുടുംബം പുലർത്താം, എങ്ങനെ തന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാം, എങ്ങനെ തന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളും ബന്ധം ചുവട് പിഴയ്ക്കാതെ നിലനിർത്താം തുടങ്ങിയ വിചാരങ്ങളിലും ഒഴുകിയിരിക്കുന്നതായിരിക്കും. എടുത്തോ. അയാൾ അങ്ങനെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമങ്ങളുമായി സദാ ഭയത്തിലും ദുഃഖത്തിലുമായിരിക്കും. ഈ ചോദ്യത്തിനുള്ള ഉചിതമായ ഉത്തരമായി ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നത് സ്വീകരിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. ബാക്കി നമുക്ക് പിന്നെ വായിക്കാം. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനാവശ്യമായ ഭയങ്ങളിൽ നിന്നെല്ലാം ഭഗവാന്റെ ആ ഒരൊറ്റ ദർശനം കൊണ്ട്, ഭഗവാന്റെ ചിന്ത കൊണ്ട്, ഭാഗവതത്തിലെ ഉള്ള ആ ഒരു നോട്ടം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളത് ഇവിടെ ഭഗവാൻ നമുക്ക് ഉറപ്പ് തരുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ആവർത്തിച്ച് ജപിക്കുമ്പോൾ ശീലാ പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. റോഡിലൂടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് വണ്ടികൾ ഓടിച്ച് പോകാറുണ്ട്. ഇങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ടേയിരിക്കും. എന്തിനാണ്? എവിടെങ്കിലും ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? വിളിക്കുമ്പോൾ അവർക്കുള്ള ആവശ്യമായ സംരക്ഷണ കൊടുക്കാൻ. അതുപോലെ ഭഗവാൻ ഇങ്ങനെ ഈ ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലായിടത്തും ഭഗവാൻ. പക്ഷേ നമ്മുടെ ആ ഒരു വിളി അദ്ദേഹം കേട്ടെങ്കിലല്ലേ വന്ന് സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ആണോ അല്ലേ? അപ്പം ഒരു വിളി ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ സമയത്ത് കേട്ടില്ലെങ്കിലോ? അപ്പൊ നമ്മൾ ആവർത്തിച്ച് വിളിക്കുമ്പോൾ മാത്രമേ ഈ റോന്ത് ചുറ്റുമ്പോൾ കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരേ നാമം ആവർത്തിച്ച് വിളിക്കാൻ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു? 4 or 5 റൗണ്ട് കഴിയുമ്പോൾ ഭഗവാൻ അപ്പുറത്തായിരിക്കും നിൽക്കുന്നത്. 7ാമത്തെ റൗണ്ടിലായിരിക്കും ഭഗവാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് ഇവിടെ എന്നെ കൊണ്ട് ജപിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ. അപ്പം അതുകൊണ്ട് പ്രഭുപാദർ പറഞ്ഞു, മിനിമം ഒരു 16 റൗണ്ടെങ്കിലും ജപിക്കണം. കേൾക്കട്ടെ ഭഗവാൻ, കേൾക്കട്ടെ, കേൾക്കാതിരിക്കത്തില്ല. ആ 16 റൗണ്ടില് ഒരു പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് കേൾക്കാതിരിക്കത്തില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും വളരെ ഭാഗ്യം ചെയ്തവരാണ്. ഞാൻ 10 മിനിറ്റ് വൈകി, എന്നോട് ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ? 2 മിനിറ്റ്. ഹരേ കൃഷ്ണ. ഒബ്ജക്ഷൻ യുവർ ഓണർ. പറയാനുണ്ടോ? ഉണ്ട് പ്രഭു, അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സംശയമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വൈൻഡപ്പ് ചെയ്യാം.
സംശയം ആദ്യകർത്ത പറയും സംശയമൊന്നുമില്ല. സ്ഥിതിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. സംശയമുള്ളവർ നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ആഴ്ച വരിക അല്ലേ? ഹരേ കൃഷ്ണ. അതെ. അത് ഒരു ചിന്തനമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. ഹരേ കൃഷ്ണ. എല്ലാരും ഹരേ വരിക. കൃഷ്ണ. പ്രഭു ഒരു സെക്കൻഡേ. ദണ്ഡപ്രണാം. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ പ്രഭു വന്ന് ക്ലാസ് എടുക്കാൻ വരുമ്പം എപ്പോഴും ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും കൂടുതലായിട്ട് ശ്ലോകം കോട്ട് ചെയ്യുമായിരിക്കും. നിങ്ങൾ പ്രഭു ചോദിക്കുമ്പം ചിലപ്പോൾ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു വരും, ഇല്ലെങ്കിൽ പിന്നെ ആരും ഇല്ല. അങ്ങനെ ആയിപ്പോകരുത്. പ്രഭു ഇംഗ്ലീഷിലുണ്ട്, പ്രഭു വായിക്കുമ്പോൾ ഇംഗ്ലീഷിന് എല്ലാവർക്കും ട്രാൻസ്ലേഷൻ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടിട്ടാണ് മലയാളം വായിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും അതും കൂടെ തയ്യാറെടുപ്പ് ചിന്തിക്കുക. ഓരോരുത്തരും വായിക്കുമ്പോൾ അടുത്ത ആൾക്ക് അടുത്ത അവസരം കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇവന് വന്നപ്പോ ഒരാൾ പോലും ഇല്ല വായിക്കാനായിട്ട്. ഒന്നും ഇല്ലാതായിപ്പോയാലും അവസ്ഥ എന്തായിരിക്കും? അല്ല ഇപ്പോഴല്ല, ഇനി അടുത്ത ആഴ്ചയിൽ പ്രഭു എല്ലാ ആഴ്ചയിലും അങ്ങനെയാണ് ശ്ലോകം കംപ്ലീറ്റും നമ്മളായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ പ്രഭു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ രീതിയിലാണ് പ്രഭു ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ്. അപ്പൊ അത് നിങ്ങൾ വായിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രമിക്കണം. എങ്കിൽ ആ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അതിനകത്ത് അത്രയും അത് കിട്ടും. ഓക്കെ, ഹരേ കൃഷ്ണ. പ്രഭു ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് ഇവിടെ നമ്മളെ സത്സംഗിൽ ഇരിപ്പുണ്ടാവും ഒരു മാലയും സഞ്ചിയും. സത്സംഗിലാ? ആ, സത്സംഗില് കാണാൻ വഴിയില്ല. ഞാൻ ഉള്ളവരാൻ കൊണ്ടുവന്നു തോന്നുന്നു. ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരുമോ? ഞാൻ ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. നീ നോക്കട്ടെ, ഇവിടെ കൊല്ലത്ത് ഉണിച്ചകം വലിയ ഇരിപ്പുണ്ടോ നോക്കട്ടെ. പ്രഭു ഭഗവത്ഗീത